അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് US പൗരത്വം നിഷേധിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് സുപ്രീം കോടതി പരിശോധിക്കും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ അന്നു തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ US പല കോടതികളും ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞു. 160 വർഷത്തോളമായി നിലനിൽക്കുന്ന നിയമമാണ് ട്രംപ് ഒഴിവാക്കിയത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ട്രംപിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ? അശ്വതി, ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിശദമായ വാദം കേൾക്കൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അക്കാര്യത്തിൽ ഏത് രീതിയിലാണ് നടപടികൾ ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പല കീഴ്ക്കോടതികളും, അത് കൗണ്ടി കോടതി ഇത്തരത്തിലുള്ള ജില്ലാ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുന്നത് ഇതിനെ അനുകൂലമല്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അതായത് അധികാരത്തിലേറിയ ആ ദിവസം തന്നെയാണ് അദ്ദേഹം ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് അനധികൃത കുടിയേറ്റക്കാരുടെ അവിടെ ജനിക്കുന്ന, അതായത് അനധികൃത കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം നൽകുന്നതിനുള്ള ഒരു നിയമമാണ് ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം ഏത് തരത്തിലുള്ള രീതിയിലായാലും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകാമെന്നായിരുന്നു ആ ഭരണഘടനയുടെ ഭരണഘടനാ ഭേദഗതിയുടെ വിവക്ഷ. 160 കൊല്ലത്തോളമായി തുടരുന്ന ഒരു കീഴ്വഴക്കവും അല്ലെങ്കിൽ ഒരു അവകാശവുമാണിത്. ഇത്തരത്തിൽ എത്തുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവിടെ തന്നെ തുടരുകയും അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരമൊരു വാഗ്ദാനം ട്രംപ് ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ. സ്വാഭാവികമായും അത് അന്ന് തന്നെ അധികാരത്തിലേറിയ ദിവസം തന്നെ നടപ്പാക്കിയ നിരവധി ഉത്തരവുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും അത് നടപ്പാക്കുകയും ചെയ്തു. അത് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ജുഡീഷ്യൽ റിവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും എന്നാണ് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ വാദം കേൾക്കുക എന്നത് സംബന്ധിച്ച വിശദീകരണം സുപ്രീം കോടതി നൽകിയിട്ടില്ലെങ്കിലും വൈകാതെ വാദം കേൾക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ശരി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.